CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. 73.69% ആകെ പോളിംഗ് ശതമാനം. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ എണ്ണും. മുന്നണി ബന്ധം ശക്തിപ്പെടുത്തേണ്ട നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. നേതാക്കൾ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും ഇത്തരം പ്രസ്താവനകൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന് ആലോചിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മുൻ MLA PK ശശി ഇല്ലാത്ത സാഹചര്യത്തിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM-നെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ജനകീയ മതേതര മുന്നണി രംഗത്ത്. തിരഞ്ഞെടുപ്പിൽ CPM-ന് സീറ്റുകൾ കുറഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുമെന്നും മുന്നണി മുന്നറിയിപ്പ് നൽകുന്നു. മുൻ MLA PK ശശി ഇല്ലാത്ത സാഹചര്യത്തിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM-നെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ജനകീയ മതേതര മുന്നണി രംഗത്ത്. തിരഞ്ഞെടുപ്പിൽ CPM-ന് സീറ്റുകൾ കുറഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുമെന്നും മുന്നണി മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങള് ഒരു മുന്നണി സമീപിച്ചില്ല. ഞങ്ങളുടെ മുന്നണിയായിട്ടല്ല മത്സരിക്കുന്നത്, ജനകീയ മതേതര മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അതിന്റെ റിസൾട്ടുകൾ നാളെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇവിടെ അത്തരത്തിലൊരു ഡീല് ഒരു മുന്നണിയായിട്ടും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ പേടിച്ചത് കൊണ്ട് ആണ് ഈ ഡീലുകളെല്ലാം നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത കാലം, ഇത്രയും കാലം കാണാത്ത ഡീലുകൾ മണ്ണാർക്കാട് നടക്കുമ്പോൾ ഞങ്ങൾ അവർ പേടിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് CPM എന്നുള്ള പാർട്ടി ജനകീയ മതേതര മുന്നണിയെ അല്ലെങ്കിൽ CPM-ന്റെ അസംതൃപ്തരെ നന്നായി ഭയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഭയപ്പെട്ടു എന്നുള്ളതല്ല, BJP-ന്റെ വോട്ട് പണം കൊടുത്ത് വാങ്ങുന്ന രൂപത്തിൽ അത്രക്ക് അതമ്പതിച്ചു പോയി എന്നുള്ളതാണ്. CPM എന്ന് പറയുന്നില്ല, ഞങ്ങൾ പാർട്ടിക്കെതിരല്ല, ഞങ്ങൾ പാർട്ടിയാണ്. പക്ഷെ മണ്ണാർക്കാട്ടെ ചില ആളുകൾ അത് അവർക്ക് വ്യക്തമായ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയില്ല. അവര് പണം കൊടുക്കുക, പണം വാങ്ങി കച്ചവടക്കാരായി മാറി. അത്തരം കച്ചവടക്കാരെ കയ്യിലേക്ക് മണ്ണാർക്കാട്ടെ പാർട്ടി കൊണ്ടുപോയി. അതിനെ തിരുത്തപ്പെടാനും അത് തിരുത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. PK ശശിയുടെ അഭാവത്തിൽ നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് CPM-ന് ഒരു പരീക്ഷണമാണ്. തിരഞ്ഞെടുപ്പിൽ CPM-ന് സീറ്റുകൾ കുറഞ്ഞാൽ അത് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ രാഷ്ട്രീയ സംവാദത്തിന് വഴി തുറക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലക്കകത്ത് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്. ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് CPM-നെ തിരുത്തുക എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും മത്സര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത് കൊഴിഞ്ഞമ്പാറ മുതൽ ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് മുതൽ ഷൊർണൂര്, ഒറ്റപ്പാലം, കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്ത്, കുമരമ്പത്തൂർ പഞ്ചായത്ത്, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നമ്മൾ മത്സര രംഗത്ത് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണാർക്കാട് CPM-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഞങ്ങൾ നേരിട്ടിട്ടുള്ളത്. ആ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ആളുകളുണ്ട്. ശിവശങ്കരേട്ടൻ, അഷ്റഫ് ക ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ആ ആളുകൾ നിങ്ങളോട് ബ്രീഫ് ചെയ്യും. അതിനുശേഷം കോട്ടപ്പാടത്തെ കാര്യങ്ങൾ കൂടി പറയും. എന്നാൽ മണ്ണാർക്കാട്ടെ നിലവിൽ CPM ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം CPM നിലനിർത്തുകയാണെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ വിജയമായി കണക്കാക്കപ്പെടുമെന്നും 100-ൽ 100 നേട്ടമായി പാർട്ടിക്കുള്ളിൽ വിലയിരുത്തപ്പെടുമെന്നും ജനകീയ മതേതര മുന്നണി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. 6 മാസം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഞങ്ങൾ ഈ പിടിക്കുന്ന വോട്ടുകൾക്ക് പുറമെ ഈ ഒരു വോട്ടുകൾ നല്ല സ്വാധീനം ചെലുത്തും. ഇപ്പോ കോങ്ങാട് മണ്ഡലമുണ്ട്, ഒറ്റപ്പാലുണ്ട്, അടുത്തടുത്ത് മണ്ഡലങ്ങളുണ്ട്. ഇപ്പൊ കൊഴിഞ്ഞമ്പാറ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് അവിടെ ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടെയൊക്കെ ചില മാറ്റങ്ങൾ വരും. അത് പാർട്ടി കൃത്യമായിട്ട് പരിശോധിക്കണം. മുന്നറിയിപ്പല്ല, ഞങ്ങളുടെ വേദനയാണിത്. ഞങ്ങളെ വേദന 28-50 ദിവസം ജയിലിൽ കിടന്ന ആളുകളെ ഞങ്ങൾ SFIക്കും DYFIക്കും വേണ്ടിയിട്ട് ഞങ്ങളെ കറിവേപ്പില പോലെ പുറത്താക്കി ചില കച്ചവടക്കാർക്ക് പാർട്ടി എഴുതി കൊടുത്തപ്പോൾ അതിലുള്ള പ്രതിഷേധ കൃത്യമായിട്ട് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇത് പൊളിച്ചിട്ട് ഞങ്ങളെ വേറൊരു സംവിധാനത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമില്ല. ഇപ്പോഴും ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പരിപൂർണമായിട്ട് ഇത് വിഷയങ്ങൾ പരിഹരിക്കണം. ഏറ്റവും ഗുരുതരമായ ആരോപണം വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടാണ്. മണ്ണാർക്കാട് മേഖലയിൽ CPM BJP ജില്ലാ നേതാവിനെ കൂട്ടുപിടിച്ച് വോട്ട് കച്ചവടം നടത്തിയെന്നാണ് JMM ആരോപിക്കുന്നത്.
രാത്രി പണം കൊണ്ട് കൊടുത്തിട്ട് BJPയുടെ ഒരു നേതാവ്, ഒരു ജില്ലാ നേതാവായിട്ടുള്ള ഒരാളാണ് ഈ ഡീലിന്റെ ബാക്കിയുള്ളത്. അതിന്റെ കമ്മീഷൻ താഴെ തട്ടിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആളുകൾ, ആ BJPയുടെ പ്രവർത്തകരൊന്ന് പരിശോധിക്കണം എന്നുള്ളത് മാത്രം. ആയിരിക്കാം, ആണ്. ഇതിപ്പോ ഞങ്ങൾ BJPയുടെ ജില്ലാ നേതാവ് ഞങ്ങൾ അങ്ങനെ എല്ലാ BJPക്കാരും കുറ്റപ്പെടുത്താൻ കാരണം ഈ പണം താഴെത്തട്ടിലെത്തിയെന്ന് അറിയില്ലല്ലോ. മണ്ണാർക്കാട് CPM-ലെ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഉടൻ പുറത്താക്കണമെന്നാണ് JMM മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം. CCN മണ്ണാർക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. 73.69% ആകെ പോളിംഗ് ശതമാനം. ഒരു മാസത്തോളം നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണം. 2 ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ ഒടുവിലത്തെ കണക്ക് പ്രകാരം 2,79,570 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ആര് വാഴും ആര് വീഴുമെന്ന് നാളെ അറിയാം. ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും. ഇതുകൂടാതെ 14 ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നത് അതാത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ്. പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നാണ്. മാറ്റിവെച്ച ഇടങ്ങളിലെ തിരഞ്ഞെടുപ്പ് തീയതി ഇതിനുശേഷമേ പ്രഖ്യാപിക്കൂ. CCN ചെർപ്പുളശ്ശേരി. വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ബാഗും അതിനുള്ളിലെ 40,000 രൂപയും വിലപിടിപ്പുള്ള രേഖകളും ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ നൽകി ചെത്തല്ലൂരിലെ പാൽക്കാരിയായ സുനിത മാതൃകയായി. ഈ സന്മനസ്സിന് നാട്ടുകാർ സുനിതയ്ക്ക് അഭിനന്ദനങ്ങളും നൽകി. പശുവിൻ പാൽ വിറ്റ് ഉപജീവനം നടത്തുന്ന ആനക്കുഴിയിൽ സുനിതയാണ് ഈ മാതൃകാപരമായ പ്രവൃത്തി ചെയ്തത്. രാവിലെ ചെത്തല്ലൂരിലേക്ക് പാലുമായി നടന്നു പോകുമ്പോൾ കൂറ്റമ്പാറ പാടശേഖര റോഡിന് സമീപത്തു നിന്നാണ് സുനിതയ്ക്ക് ഒരു ബാഗ് ശ്രദ്ധയിൽപ്പെട്ടത്. സംശയം തോന്നി ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് നിറയെ പണവും വിലപിടിപ്പുള്ള രേഖകളുമാണ് അതിലുള്ളതെന്ന് മനസ്സിലായത്. തുടർന്ന് ഉടൻ തന്നെ സമീപത്തുള്ള വീട്ടിലെ EM ലീല അന്തർജനത്തെ വിവരം അറിയിച്ചു. ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ 40,000 രൂപയും മറ്റു രേഖകളും കണ്ടെത്തി. ഉടൻ തന്നെ ബാഗിനുള്ളിൽ കണ്ട ഒരു കടലാസിലെ നമ്പറിൽ വിളിച്ചപ്പോൾ യഥാർത്ഥ ഉടമസ്ഥൻ ഗ്യാസ് വിതരണക്കാരനായ അനീഷ് ആണെന്ന് തിരിച്ചറിഞ്ഞു. സ്ഥലത്തെത്തിയ അനീഷ് തന്റെ പണവും രേഖകളും സന്തോഷത്തോടെ കൈപ്പറ്റി. അല്ല, ഇതെന്തോ കനുണ്ട് പറഞ്ഞ് ഞങ്ങളൊന്ന് നോക്കി അവനടുത്ത് കൊടുത്തു നോക്കാൻ കൊടുത്തപ്പോൾ ഒരറയിൽ കടലാസോളാണ്, ഒരറയിൽ പണമാണ്. അപ്പോൾ രാമകൃഷ്ണൻ വന്ന് നമുക്ക് പോലീസുകാരേക്ക് ഏൽപ്പിക്കുകയല്ലേ, നമ്പർ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ഇനി അത് വേണ്ട രാമകൃഷ്ണൻ, നമുക്ക് വാസമാഷത്തെ ഏൽപ്പിക്കുക, അവരാരാ വന്നതെന്ന് വെച്ചാൽ അവർ കൊടുത്തോളും പറഞ്ഞു. അങ്ങനെ ഉണ്ടായി. അപ്പോൾ തമ്പുരാട്ടിയെ വിളിച്ചു, തമ്പുരാട്ടിയുടെ കയ്യിൽ കൊടുത്തു. മാഷ് കളിക്കാനും പോയാണ്. അതുണ്ടായി. സന്തോഷത്തിന്റെ ഭാഗമായി അനീഷും റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനും പൊതുപ്രവർത്തകനുമായ P. സുധാകരനും സുനിതയുടെ വീട്ടിലെത്തി സമ്മാനങ്ങൾ നൽകി അഭിനന്ദിച്ചു. വർഷങ്ങളായി പശുപരിപാലന രംഗത്ത് സജീവമായ സുനിതയ്ക്ക് ക്ഷീരകർഷക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേരത്തെയും ലഭിച്ചിട്ടുണ്ട്. CCN ചെത്തല്ലൂർ. തച്ചനാട്ടുകര നാട്ടുകൽ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന്റെ ഭാഗമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകുന്നേരം വിവിധ ദേശവേളകളുടെ വർണ്ണാഭമായ പ്രദക്ഷിണം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. രാത്രിയിൽ ക്ഷേത്രാങ്കണത്തിലെ ആൾച്ചുവട്ടിലേക്ക് കൊട്ടിപ്പുറപ്പാട് ചടങ്ങും തുടർന്ന് അരിയേറും നടന്നു. പുലർച്ചെ നടന്ന മഞ്ഞൾപ്പൊടി തൂവൽ ചടങ്ങോടെയാണ് താലപ്പൊലി ആഘോഷങ്ങൾക്ക് സമാപനമായത്. CCN ചെത്തല്ലൂർ. കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ അധ്യാപകനായ അജു P. ദേവ് എഴുതിയ ഉൾക്കാഴ്ച എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡ്രീം ബുക്ക് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് നോബിൾ മേരി ചാക്കോ സ്വാഗതം പറഞ്ഞു. PT പ്രസിഡന്റ് P. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് VN ചന്ദ്രമോഹൻ, ഹെലൻ കെല്ലർ സ്കൂളിലെ പൂർവാധ്യാപിക ലളിത MS, അധ്യാപകൻ S. സുരേഷ്, അധ്യാപക പരിശീലന കേന്ദ്രത്തിലെ കോഴ്സ് കോർഡിനേറ്റർ S. ഷീജ എന്നിവർ ആശംസകൾ നേർന്നു. സ്റ്റാഫ് സെക്രട്ടറി KK ഗിരീഷ് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടിംഗ് പൂർത്തിയായപ്പോൾ മണ്ണാർക്കാട് നഗരസഭയിലും ബ്ലോക്ക് പഞ്ചായത്തിലും
ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്തിൽ 76% പേർ വോട്ട് ചെയ്തപ്പോൾ നഗരസഭയിൽ 74.35% പോളിംഗ് രേഖപ്പെടുത്തി. മണ്ണാർക്കാട് നഗരസഭയിൽ ആകെ 26,677 വോട്ടർമാരിൽ 19,835 പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 30 വാർഡുകളുള്ള നഗരസഭയിൽ പ്രാഥമിക കണക്കുകൾ പ്രകാരം 74.35% പേർ വോട്ട് രേഖപ്പെടുത്തി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 8 പഞ്ചായത്തുകളിലായി ആകെ 2,79,125 വോട്ടർമാരുള്ളതിൽ 1,74,311 പേർ വോട്ട് രേഖപ്പെടുത്തി. ഇവിടെ 68.08% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയത് മുന്നണികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. CCN മണ്ണാർക്കാട്. 2024 പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിനുള്ള മികച്ച ചാനൽ റിപ്പോർട്ടർ പുരസ്കാരം നേടിയ CCN ചാനൽ റിപ്പോർട്ടർ അർഷാദ് ഐനലിയെ മണ്ണാർക്കാട് പ്രസ് ക്ലബ്ബ് ആദരിച്ചു. മനുഷ്യത്വം നിറച്ച റിപ്പോർട്ടിംഗിന് ലഭിച്ച ഈ അംഗീകാരം മണ്ണാർക്കാടിന് അഭിമാനമാണെന്ന് പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. നമ്മുടെ പ്രസ് ക്ലബ്ബിലെ അംഗമായ അർഷാദിന് കഴിഞ്ഞ പാലക്കാട് ജില്ലാ കലോത്സവത്തിലെ ഏറ്റവും മികച്ച വീഡിയോ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അത് ഇന്നലെ ഇപ്രാവശ്യത്തെ ജില്ലാ കലോത്സവത്തിൽ വെച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അർഷാദിന് അത് കൈമാറി. വളരെയധികം നല്ല വലിയൊരു പുരസ്കാരം തന്നെയാണ്. കാരണം ഒരു ജില്ലാ കലോത്സവം എന്ന് പറയുമ്പോൾ ജില്ലയിലെ മൊത്തം റിപ്പോർട്ടർമാരും ക്യാമറമാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ ഏറ്റവും മികച്ച വീഡിയോ റിപ്പോർട്ടറായിട്ട് ഒരു പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ആ നേട്ടം നേടിയ അർഷാദിനെ നമ്മുടെ പ്രസ് ക്ലബ്ബ് ഇവിടെ ഒരു അഭിനന്ദനം കൂടി നൽകുകയാണ്. ആ അഭിനന്ദനം ഏറ്റുവാങ്ങുന്നതിനായിട്ട് അർഷാദിനെ വളരെ സ്നേഹപൂർവ്വം ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ആലത്തൂരിൽ നടന്ന സമാപന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS ആണ് അവാർഡ് വിതരണം ചെയ്തത്. മത്സരങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ ഒരു ബീഹാരി കുടുംബത്തിന്റെ അതിജീവനത്തിനായുള്ള തീവ്രമായ പോരാട്ടം വാർത്താരൂപത്തിൽ അവതരിപ്പിച്ചതിനാണ് അർഷാദിന് ഈ അംഗീകാരം ലഭിച്ചത്. സാധാരണ മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അർഷാദിന് കഴിഞ്ഞുവെന്ന് മണ്ണാർക്കാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കൃഷ്ണദാസ് കൃപ പറഞ്ഞു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രാജേഷ്, ട്രഷറർ അബ്ദുൽ ഹാദി, അനിൽകുമാർ, നിസാർ, മധു തുടങ്ങിയ പ്രസ് ക്ലബ്ബ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. തെങ്കര ഗവൺമെന്റ് പ്രീ പ്രൈമറി സ്കൂളിന്റെ കിഡ്സ് ഫെസ്റ്റ് നടനം 2025 വിപുലമായ പരിപാടികളോടെ നടന്നു. UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ നല്ല രീതിയിൽ നല്ലൊരു യുവതലമുറയാണ് അവരൊക്കെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ അങ്ങനെ ഒരു പറ്റം നല്ല അധ്യാപകരും നല്ല രക്ഷിതാക്കളും ഒക്കെ നിങ്ങളെ സഹായിക്കാനുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നിങ്ങളുടെ കുടുംബത്തെയും അതുപോലെ ഈ ഒരു സമൂഹത്തെയും ഒക്കെ നല്ല രീതിയിൽ ഒരു നല്ല പൗരനായി നിങ്ങൾക്ക് ഒരു നല്ല സൊസൈറ്റി അല്ലെങ്കിൽ നല്ല കുടുംബം അല്ലെങ്കിൽ ഒരു നല്ല സൊസൈറ്റിയൊക്കെ വാർത്തെടുക്കാൻ കഴിയും. അതിനായിരിക്കണം നിങ്ങൾ പ്രധാന ലക്ഷ്യം, അതായിരിക്കണം നിങ്ങളുടെ ചിന്തയും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവേണ്ടത്. അങ്ങനെ നിങ്ങൾ പഠിച്ച് വളരെയധികം വളർന്ന് ഉയർന്ന നിലയിലേക്ക് എത്തണം. അതായിരിക്കണം നിങ്ങളുടെ. അതോടൊപ്പം ഉദ്ഘാടന ചടങ്ങിനു ശേഷം സ്കൂളിലേക്ക് UGS ഗ്രൂപ്പ് MD സംഭാവനയായി നൽകിയ ഫാനുകൾ സീനിയർ അസിസ്റ്റന്റ് സബീന ഏറ്റുവാങ്ങി. സ്കൂൾ PTA പ്രസിഡന്റ് സുബൈദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BRC BPC KK മണികണ്ഠൻ, പ്രോഗ്രാം കൺവീനർ PK രാജീവൻ, സ്റ്റാഫ് പ്രതിനിധി സുരേഷ് KC, സ്റ്റാഫ് സെക്രട്ടറി ബഷീർ, UGS ഗ്രൂപ്പ് PRO ശ്യാംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. CCN മണ്ണാർക്കാട്. മുന്നണി ബന്ധം ശക്തിപ്പെടുത്തേണ്ട നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. നേതാക്കൾ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും ഇത്തരം പ്രസ്താവനകൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന് ആലോചിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഈ കോൺഗ്രസിന്റെ അകത്ത് ഭിന്നസ്വരം കുറേ ദിവസങ്ങളായിട്ട് പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ദിലീപിന്റെ വിഷയത്തിലടക്കം ഇത് UDF ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയൊക്കെ നിലനിർത്താൻ എല്ലാ അതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന UDFന്റെ നേതാക്കന്മാർ, അതിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത്യാവശ്യം അവരിയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാണോ, അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മുന്നണിയെയും കുറിച്ച് ഓർമ്മയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു അവസരമാണിത്. ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല ആരായിരുന്നാലും. കോൺഗ്രസ് ഓർമ്മിപ്പിക്കോ? അല്ല, മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടകകക്ഷികൾക്കും ഇത് ബാധകമാണ്.
അപ്പോൾ അല്പം കൂടി ഒരു യോജിപ്പ് നേതാക്കളുടെ ഇടയ്ക്കെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിലെങ്കിലും വേണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പാർട്ടിക്കകത്തും പാർട്ടികൾ തമ്മിലും ഐക്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? ആ ഐക്യമല്ലേ UDFിൻ്റെ ശക്തി. ആ ഐക്യം ഉണ്ടാകുമ്പോഴല്ലേ ജനങ്ങൾ UDFിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് UDFിന് നിലനിൽക്കാൻ കഴിയും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മകൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ അപ്പൊക്കം എന്ന് പറയുന്ന പ്രസ്താവന തന്നെ അത് നടത്താൻ പാടില്ലല്ലോ. ആരെങ്കിലും നടത്തി എന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നടത്താൻ പാടില്ല. ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റേത് ഘടകകക്ഷിയാണെങ്കിലും പ്രസ്താവനകൾ അവരവരുടെ സ്ഥാനത്തിലും മഹിമക്കൊക്കെ യോജിച്ചതായിരിക്കും. കഴിഞ്ഞ ദിവസം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പുറത്താക്കിയിട്ടും അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുകയും MLA ഓഫീസിലെത്തുകയും പാലക്കാട് തന്നെ താൻ തുടരുമെന്ന് പറയുകയും അങ്ങനെ ഒരു UDFിനെ തന്നെ പ്രശ്നത്തിലാക്കുന്ന ഒരു സാധ്യത ഉണ്ടാക്കി. അല്ല, അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറഞ്ഞത് UDFന്നും കോൺഗ്രസും നോക്കിയാണ്, ജീവിതത്തിൽ നിന്നല്ലല്ലോ. കോൺഗ്രസ് അതിൽ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ, തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻഷിപ്പ് പുറത്താക്കി. അതുപോലെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് പോലീസിൽ കേസ് വന്ന് FIR ഇട്ടപ്പോൾ അയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. അതൊരു പാർട്ടിയുടെ മാന്യതയാണ്. അതിനപ്പുറം ഒരു പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക? നേരെ മറിച്ച് ഇത്തരം അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. CCN മലപ്പുറം. കഥകളി സംഗീതത്തിൽ ചരിത്രം കുറിച്ച് റിത ഫാത്തിമ. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ സംസ്കൃത പദ്യത്തിലും റിതയ്ക്ക് 1ാം സ്ഥാനമുണ്ട്. നൈഷധം ചിന്തയന്ത്യാം ജനീ ഭുവി ദമയന്ത്യാം ജാതതാപം. ചാലിശ്ശേരി GHSSലെ റിത ഫാത്തിമയാണ് കഥകളി സംഗീതം, സംസ്കൃത പദ്യം എന്നിവയിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയത്. മധ്യേ പഥം വൃക്ഷതലേ ക്വചിത് ശ്രമാപനോദായ നിഷണ്ണ ആസീത് അബീജയത്തം പവനോദിമന്ദസ്തത്ര സ്ഥിതം സേവകവജ്രമേണ വാതേന മന്ദേന സവീജ്യമാനോ ജഗാമനിദ്രാം വ്യധിതോ ഹൃദാപി നിദ്രാമതാ ശാന്തികരീ ജഗത്യാം കഷ്ടശ്രിതാനാമപി ദേഹഭാജാം. അഷ്ടപതി, ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ 2ാം സ്ഥാനവും റിത ഫാത്തിമ നേടി. കഥകളി സംഗീതം പഠിപ്പിക്കുന്നത് വേങ്ങേരി നാരായണൻ മാഷ് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കഥകളി പഠിപ്പിക്കുന്ന സാറാണ്. പിന്നെ സംസ്കൃത പദ്യം പഠിപ്പിക്കുന്നത് എന്നെ സ്കൂളിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന മാഷാണ്. മാഷിൻ്റെ ഭാര്യ ആയാലും മാഷിൻ്റെ മോളായാലും എല്ലാവരും കൂടെ നിന്നിട്ടാണ് ഇതിന് ഒരു പിന്താങ്ങായിട്ട് നിന്നിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ. കാരണം അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. കുറേ മുമ്പേ പരിശീലിച്ച് വന്നിട്ട് ഇപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. കൊക്കൂർ സ്വദേശി അഷ്റഫിന്റെയും ചാലിശ്ശേരി GHSS അധ്യാപിക ഷമീറയുടെയും മകളാണ് റിത ഫാത്തിമ. കഥകളി സംഗീതത്തിൽ വേങ്ങേരി നാരായണനും ശാസ്ത്രീയ സംഗീതം, അഷ്ടപതി എന്നിവയിൽ മുളഞ്ഞൂർ സുരേന്ദ്രനുമാണ് ഗുരുക്കന്മാർ. മാതാപിതാക്കളും സഹോദരങ്ങളും സംഗീത വഴിയിൽ തന്നെയുണ്ട്. CCN പാലക്കാട്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാടക നാടൻപാട്ട് മത്സരങ്ങളിൽ തിളങ്ങി GVHSS കൊപ്പം ഹൈസ്കൂൾ. ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിലും നാടക മത്സരത്തിലും 1ാം സ്ഥാനം നേടിയാണ് കൊപ്പം സ്കൂൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. പോകുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന കോഡ് നമ്പർ 4.
സാമൂഹിക പരിഷ്കർത്താവായ അയ്യൻകാളിയുടെ കഥ പറഞ്ഞ നാടകമാണ് ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ GVHSS കൊപ്പത്തിന് 1ാം സ്ഥാനം നേടിക്കൊടുത്തത്. മികച്ച അവതരണം കൊണ്ട് ശ്രദ്ധേയമായ നാടകം സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രാത്രി ഏറെ വൈകിയും നടന്ന വാശിയേറിയ ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ മത്സരാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശക്തമായ മത്സരത്തിനൊടുവിൽ GVHSS കൊപ്പം ഹൈസ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഒരുമിച്ച് 2 ഇനങ്ങളിൽ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണെന്ന് വിദ്യാർത്ഥികൾ സന്തോഷം പങ്കുവച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് നാടൻപാട്ടിൽ മത്സരിക്കുന്നത്. ഞങ്ങൾ കൊപ്പം സ്കൂളിൽ നിന്നാണ്, ഞങ്ങൾ അവിടുത്തെ സ്റ്റുഡൻസ് ആണ്. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനിയും തുടർന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ മത്സരിച്ച് നല്ല ടൈറ്റ് കോമ്പറ്റീഷനിൽ കിട്ടിയപ്പോൾ വല്ലാത്തൊരു വണ്ടർ മൂമെന്റ്, തുള്ളിച്ചാടുന്നായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ പരിശീലനങ്ങളൊക്കെ? എങ്ങനെ കട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്തിരുന്നു. ആകാശേട്ടൻ നല്ല ഞങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആകാശേട്ടൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. കുറേ പ്രാക്ടീസ് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ തെറ്റുകൾ തിരുത്തി തന്നിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് അധ്യാപകരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തീർച്ചയായിട്ടും കുട്ടികളുടെ ഒരു പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിൽ. അവർ കുറച്ച് ദിവസങ്ങളായിട്ട്, മാസങ്ങളോളായിട്ട് ഇതിന് വളരെ കഠിന പ്രയത്നമാണ്. പ്രത്യേകിച്ചും ജയേട്ടൻ്റെയും അക്ഷയൻ്റെയും ആകാശിൻ്റെയും ഒരു പിന്നിലുള്ള അവരുടെ ഒരു കഠിന പ്രയത്നം കൂടി, അവരുടെ ട്രെയിനിങ് കൃത്യമായിട്ട് ആകാശും ജയേട്ടനും അവർ വളരെ ദിവസങ്ങളായി ഇവരെ ഒപ്പം നിർത്തി അവർ തമ്മിലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ഇതിപ്പോൾ GVHSS കൊപ്പം എന്നുള്ള പേര് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാടൻപാട്ടിലെ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനുള്ള വളരെ അഭിമാനമുണ്ട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. നാടകത്തിനും 1ാം സ്ഥാനം നേടി. ഇപ്പോൾ നാടൻപാട്ടിനും 1ാം സ്ഥാനം ഉണ്ട്. 2 ഐറ്റങ്ങളുമായിട്ട് ഞങ്ങൾ സംസ്ഥാനത്ത് തൃശ്ശൂരുണ്ടാവും. 1ാം സ്ഥാനം ഞങ്ങൾ നാടൻപാട്ട് തീർച്ചയായിട്ടും 1ാം സ്ഥാനം സംസ്ഥാന തലത്തിൽ നേടിയിരിക്കും. റെഡിയല്ലേ? CCN പാലക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ മലപ്പുറം ജില്ലയിലെ 28 കേന്ദ്രങ്ങളിൽ നടക്കും. 15 ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ വെച്ച് പഞ്ചായത്തുകളുടെയും 12 നഗരസഭാ തലങ്ങളിൽ അതത് നഗരസഭകളുടെയും വോട്ടെണ്ണും. ഇതുകൂടാതെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ എണ്ണും. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണുന്നത് ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രത്തിലായിരിക്കും. ഇവിടെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പോസ്റ്റൽ ബാലറ്റുകൾ അതാത് വരണാധികാരികളുടെ ടേബിളിൽ എണ്ണും. രാവിലെ 8-ന് ആരംഭിക്കും. ആദ്യം വരണാധികാരിയുടെ ടേബിളിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങും. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. വോട്ടെണ്ണലിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റുകൾ മാത്രമാണ് സ്ട്രോങ് റൂമുകളിൽ നിന്നും ടേബിളുകളിൽ എത്തിക്കുക. സ്ട്രോങ് റൂം തുറക്കുന്നത് വരണാധികാരി, ഉപവരണാധികാരി, നിരീക്ഷകർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും. അവിടെ നിന്ന് ഓരോ വാർഡിലെയും മെഷീനുകൾ കൗണ്ടിംഗ് ഹാളിലേക്ക് വോട്ട് എണ്ണുന്നതിനായി കൊണ്ടുപോകും. വാർഡുകളുടെ ക്രമനമ്പറുകൾ പ്രകാരമായിരിക്കും വോട്ടിംഗ് മെഷീനുകൾ ഓരോ കൗണ്ടിംഗ് ടേബിളിലും വെക്കുക. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും മെഷീനുകൾ ഒരു ടേബിളിൽ തന്നെയായിരിക്കും എണ്ണുക. സ്ഥാനാർത്ഥിയുടെയോ സ്ഥാനാർത്ഥികൾ നിയോഗിക്കുന്ന കൗണ്ടിംഗ് ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് ഓരോ ടേബിളിലും വോട്ട് എണ്ണുക. ടേബിളിൽ വയ്ക്കുന്ന കൺട്രോൾ യൂണിറ്റിൽ സീലുകൾ, സ്പെഷ്യൽ ടാഗ് എന്നിവ കൃത്യമായി ഉണ്ടെന്ന് സ്ഥാനാർത്ഥികളുടെയോ കൗണ്ടിംഗ് ഇലക്ഷൻ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. 73.69% ആകെ പോളിംഗ് ശതമാനം. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ എണ്ണും. മുന്നണി ബന്ധം ശക്തിപ്പെടുത്തേണ്ട നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. നേതാക്കൾ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും ഇത്തരം പ്രസ്താവനകൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന് ആലോചിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു.
മുൻ MLA PK ശശി ഇല്ലാത്ത സാഹചര്യത്തിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM-നെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ജനകീയ മതേതര മുന്നണി രംഗത്ത്. തിരഞ്ഞെടുപ്പിൽ CPM-ന് സീറ്റുകൾ കുറഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുമെന്നും മുന്നണി മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.